ഹലോ, അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ കേട്ടോ. സർപ്രൈസ് ആയിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ രാവിലെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ എന്തുണ്ടാക്കാം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ പേര് ശരിക്കും പറയുകയാണെങ്കിൽ ഇഡ്ഡലി പുട്ടെന്നാണ് കേട്ടോ. പലതരത്തിലുള്ള പേര് നമുക്ക് പുട്ടിന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും, ചിരട്ടപ്പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും, ഇഡ്ഡലി പുട്ട് എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയ പേരാണ്. വേറെ ഒന്നുമല്ല, രാവിലെ ആയപ്പം ഈ പുട്ടും കുറ്റിയിൽ പൊടിയൊക്കെ സെറ്റാക്കി വെച്ചപ്പോൾ എന്താണെന്നറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല, ആവി വന്നില്ല, മതി സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഇനി വെറുപ്പിക്കേണ്ട ഇതും കൂടെ പാടിയിട്ട് ആ ഒരവസ്ഥയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്റ്റീം ഒട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേറൊരു ഐഡിയ പ്രയോഗിച്ചു. എന്നോടാ കളി. ഞാനൊരു ഇഡ്ഡലി തട്ടെടുത്ത് അതിൽ പുട്ടും പൊടിയൊക്കെ സെറ്റാക്കിയിട്ട് ഈ ഒരു രൂപത്തിലാക്കിയെടുത്തു. എന്തായാലും നമ്മൾ പൊടിച്ചിട്ടാണല്ലോ കഴിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഞാനങ്ങ് എല്ലാവരും മുന്നിലും എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുട്ടിലേക്ക് പലതരം കോമ്പിനേഷൻ ഉണ്ടെങ്കിലും ഈ കടലയുടെ കോമ്പിനേഷൻ ഒന്ന് വേറെ തന്നെ ആയിരുന്നു. അപ്പോൾ ബാക്കി എല്ലാ പണികളും തീർത്തിട്ട് ഞാനങ്ങനെ പോവാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർക്കാണ് കേട്ടോ ഞാൻ പോകണം. അവിടെയാണ് എൻ്റെ ഫ്രണ്ട് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ടീമിൽ എവിടേക്ക് പോവുകയാണെങ്കിലും ഫസ്റ്റ് എത്തണ ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും എന്നെ ഇങ്ങനെ പോസ്റ്റാക്കിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഒരാളാണ് ഉണ്ടായിരുന്നത്. പതിവ് പോലെ എന്നെ പോസ്റ്റാക്കി. എൻ്റെ ദേഷ്യം ഞാൻ കുറേ പ്രാവശ്യം ഫോണൊക്കെ വിളിച്ചിട്ട് വഴക്കൊക്കെ പറഞ്ഞു. വന്ന ഉടനെ അവൾ എന്നെ വേഗം വിളിച്ചു കൊണ്ടുപോയി. എന്നെ ഒന്ന് കൂളാക്കാനാന്ന് തോന്നുന്നുണ്ട്. ഒരു ഷെയ്ക്കൊക്കെ മേടിച്ച് തന്നു. പിന്നെ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വഴിയൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. കാരണം അങ്ങനെ പുതിയൊരു വീടൊക്കെ വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങോട്ട് പോകാൻ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും പോകാൻ പറ്റിയില്ല. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമ ഉണ്ടല്ലോ, അയാൾ കഥ എഴുതുകയാണ്, അതിൽ ചോദിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ച് പോയി. എന്തായാലും അവിടെ എത്തിയിട്ട് അവളെ മുന്നിൽ മെല്ലെ ചെന്ന് നിന്നപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നേരം ഒന്ന് കത്തി വെച്ച് ഇരുന്ന്. കുറച്ച് വയ്യ അവൾക്ക് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ടീം കംപ്ലീറ്റ് അല്ല, എന്നാലും കുറച്ച് പേരൊക്കെ ആയിട്ട് ഞാനൊരു ലാസ്റ്റ് ഈ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ്.